ഈ ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രശ്നമാണ്. ഇപ്പോൾ അടുത്തൊരു 2 വർഷത്തിനകം 2026 നിയമസഭ വരുന്നുണ്ട്, 2025 പഞ്ചായത്ത് കോർപ്പറേഷൻ വരുന്നുണ്ട്. അപ്പോൾ എങ്ങനെ ഈ മാധ്യമങ്ങളുടെ ഈ ഒരു സത്യസന്ധതയില്ലായ്മയെ അല്ലെങ്കിൽ ബി.ജെ.പിക്കെതിരെ നിൽക്കുന്നു എന്ന് പറയുന്ന ഈ ഒരു ഇതിനെ എങ്ങനെ നേരിടും? നമുക്ക് ബി.ജെ.പി ഈ മാധ്യമങ്ങൾ മാത്രമാണ് ജനങ്ങളോട് സംസാരിക്കാനുള്ള രാഷ്ട്രീയക്കാരൻ്റെ ഏക ഉപാധി എന്നുള്ള കാഴ്ചപ്പാടിനെ തിരുത്തി മറിച്ചിട്ടുള്ളൊരു പാർട്ടിയാണ് ബി.ജെ.പി. ഇത്രയും കാലം 2014 നരേന്ദ്രമോദി, അതായത് ഒരു 10 വർഷമായിട്ട് തുടർച്ചയായിട്ട് ഒരു മനുഷ്യനെ രാക്ഷസനായിട്ട് അവതരിപ്പിക്കാൻ ഇവിടുത്തെ മാധ്യമങ്ങൾ മുഴുവൻ തലകുത്തി നിന്നിട്ടും നരേന്ദ്രമോദിയെ പറ്റി പറയാത്ത എന്ത് കാര്യമാണ്? 2002 ഗുജറാത്ത് റൈറ്റ്സിൻ്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തെ ആളുകളെ ചുട്ടു തിന്നുന്നൊരു ഭീകരവാദിയായിട്ടും ഒരു രാക്ഷസനായിട്ടും നരാധമ റൗഡി എന്നൊക്കെയുള്ള മട്ടിലൊക്കെ പറഞ്ഞിട്ട് ഇത്രയും ഹെയ്റ്റ് ക്യാമ്പയിൻ നരേന്ദ്രമോദിക്കെതിരെ ഉണ്ടാക്കി വന്നിട്ടും ഈ മാധ്യമങ്ങൾ പറയുന്നത് മുഴുവൻ നുണയാണെന്ന് മനസ്സിലാക്കാനും നരേന്ദ്രമോദിക്കും ബി.ജെ.പിക്കും ഒപ്പം നിൽക്കാനും ജനങ്ങൾ തയ്യാറായി. നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം പണ്ടൊക്കെ എങ്ങനെയാണ് മീഡിയനെ നമ്മുടെ പ്രൈം മിനിസ്റ്റർമാർ കൈകാര്യം ചെയ്തിരുന്നത്? ഇവർ ഈ വിദേശയാത്രയ്ക്ക് പോകുമ്പോൾ ഇവരുടെ പ്രൈവറ്റ് ജെറ്റിൽ മാധ്യമങ്ങൾക്കും അവരുടെ അകമ്പടി സംഘമായിട്ട് കൂടെ പോകാൻ സാധിക്കുമായിരുന്നു. എല്ലാ റോയൽ വിസിറ്റുകളിലും മാധ്യമ പട തന്നെ കൂടെ ഉണ്ടാവും. ഇവർക്ക് എല്ലാ അധികാരത്തിൻ്റെ ഏത് ഇടനാഴിയിലും നുഴഞ്ഞു കയറാനും ഏത് വിവരങ്ങൾ അന്വേഷിക്കാനും ഏത് ഫയലുകളും ഏത് രഹസ്യരേഖകളും കോപ്പി എടുക്കാനും ഒക്കെ സാധിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ നോക്കുമ്പോൾ പ്രധാനമന്ത്രിയുടെ കൂടെ പ്രധാനമന്ത്രിയുടെ ഒഫീഷ്യൽ കൺവോയിൽ ഒരു മാധ്യമം പോലും കൂടെ പോകുന്നില്ല. മാധ്യമങ്ങൾക്ക് പണ്ടുണ്ടായിരുന്ന ഈ പറയുന്ന സൗത്ത് സെക്രട്ടേറിയറ്റിലോ അല്ലെങ്കിൽ 7 റേസ് കോഴ്സിലോ പണ്ടുണ്ടായിരുന്ന പോലത്തെ ഒരു ആക്സസ് ഇന്നില്ല. അതിൻ്റെ രോഷവും അതിൻ്റെ വേദനയാണ് ഇവർ കരഞ്ഞുകൊണ്ട് ഇരിക്കുന്നത്. ഇപ്പോഴും ഒരു വാർത്ത പോലും ഇതുവരെയായിട്ടും ക്യാബിനറ്റുമായി ബന്ധപ്പെട്ട് ഒരു വാർത്ത പോലും ഇവർക്ക് ഒരു ദിവസം മുന്നേ റിപ്പോർട്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതായത് സീറോ ലീക്കേജ് എന്ന് പറയുന്ന ഒരു നയം കൃത്യമായി നടപ്പാക്കി. എന്താ പറയുക, യോഗി ആദിത്യനാഥാണ് യു.പിയിലെ മുഖ്യമന്ത്രി എന്ന് പ്രഖ്യാപിക്കുന്നവരെ ഇവർക്ക് മനസ്സിലായില്ല. നോട്ട് നിരോധനം നടപ്പാക്കാൻ പോകുന്ന കാര്യം ആ പ്രഖ്യാപനം 8 മണിക്ക് വരുന്നത് വരെ ഒരു മാധ്യമത്തിന് പോലും ചോർന്ന് കിട്ടിയിട്ടില്ല. രാഷ്ട്രപതി ആരാണ്, ഉപരാഷ്ട്രപതി ആരാണ്, ഇതെല്ലാം പ്രഖ്യാപനം നടക്കുമ്പോൾ മാത്രമേ മാധ്യമങ്ങൾ അറിയുന്നുള്ളൂ. അപ്പോൾ മാധ്യമങ്ങളില്ലാതെ തന്നെ ജനങ്ങളോട് സംസാരിക്കാൻ റേഡിയോയിലൂടെ പ്രധാനമന്ത്രി ജനങ്ങളോട് സംസാരിക്കുന്നു. മൻ കി ബാത്ത് എന്ന് പറയുന്ന പ്രതിമാസം ജനങ്ങളോട് നേരിട്ട് അഡ്രസ്സ് ചെയ്യുന്ന പരിപാടി, അതിന് റെക്കോർഡ് വ്യൂവർഷിപ്പാണുള്ളത്. റേഡിയോയുടെ കാലം കഴിഞ്ഞ് ആളുകൾ ടെലിവിഷനിലേക്ക് തിരിയുന്നു എന്ന് പറഞ്ഞു തുടങ്ങിയ സമയത്തും ഇപ്പോഴും ഗ്രാമാന്തരങ്ങളിൽ ആളുകൾ റേഡിയോയിൽ പ്രധാനമന്ത്രിയുടെ ആഹ്വാനം കേൾക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ 100 എപ്പിസോഡുകൾ പിന്നിട്ട് കഴിഞ്ഞു മൻ കി ബാത്ത്. അപ്പോൾ അങ്ങനെ മാധ്യമങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ടും ജനങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ സാധിക്കും എന്ന് നമ്മൾ തെളിയിച്ചിട്ടുണ്ട്. ഇവിടുത്തെ കേരളത്തിലെ മാധ്യമങ്ങൾ കുറേ കാലമായി ബി.ജെ.പിയെ തകർക്കാനുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും കേരളത്തിലെ ബി.ജെ.പിക്ക് ഗ്രോത്ത് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. 2006 5% വോട്ടുണ്ടായിരുന്ന പാർട്ടി 2011 ആയപ്പോഴേക്കും 8% വോട്ടുണ്ടായിരുന്ന പാർട്ടി 2016 ആയപ്പോഴേക്കും 14% വോട്ടിലേക്ക് വന്നു. 2024 ആയപ്പോഴേക്കും നമ്മൾ 19.5% വോട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇവരുടെ നിരന്തരമായിട്ടുള്ള ബി.ജെ.പി വിരുദ്ധ ക്യാമ്പയിന് ശേഷവും കൂടുതൽ ആളുകൾ ഓരോ ദിവസവും ബി.ജെ.പിയിലേക്ക് വന്നുകൊണ്ടിരിക്കുക തന്നെയാണ്. അപ്പോൾ മാധ്യമങ്ങൾ അവരുടെ പണി ചെയ്തുകൊണ്ടിരിക്കട്ടെ. അവരേതെങ്കിലും കാലത്ത് നമ്മളോട് അനുഭവമോ നമ്മളോട് എന്തെങ്കിലും ഒരു മൃദു സമീപനമോ പുലർത്തുമെന്നുള്ള യാതൊരു ധാരണയും നമുക്കില്ല. പക്ഷെ അതേസമയം ദേശീയവാദ പക്ഷത്ത് നിൽക്കുന്ന പുതിയ മാധ്യമങ്ങൾ ഉണ്ടായി വരുന്നുണ്ട്. കാരണം ആ പക്ഷം കേൾക്കാനും ആളുകളുണ്ട്. കൃത്യമായി ഹിന്ദു പക്ഷത്ത് നിൽക്കുന്ന, ദേശീയവാദ പക്ഷത്ത് നിൽക്കുന്ന, സംഘപരിവാർ പക്ഷത്ത് നിൽക്കുന്ന എത്രയോ മാധ്യമങ്ങൾ, ഇപ്പോൾ സാറ്റലൈറ്റ് മീഡിയ മാത്രമല്ല ഓൺലൈൻ മീഡിയ ആയിട്ടും എത്രയോ മീഡിയ ഉണ്ട്. അവരെയൊക്കെ ജനങ്ങൾ 2 കൈ നീട്ടി സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സമാന്തരമായിട്ടുള്ള മാധ്യമങ്ങളെ കൂടി ആശ്രയിച്ചുകൊണ്ട് ജനങ്ങളെ നേരിട്ട് അഭിസംബോധന ചെയ്യാനുള്ള ഉപാധികളും വേദികളും ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളോട് പറയാനുള്ള കാര്യം ബി.ജെ.പി ജനങ്ങളോട് പറയും. അവരുടെ പിന്തുണയോട് കൂടിയിട്ട് ഇനിയും വളരുകയും ചെയ്യും.